ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് ഒരു ചാറുകറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് തുവരപ്പരിപ്പ് ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ആദ്യമേ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 1.5 കപ്പോളം മുരിങ്ങയിലയുണ്ട്. മുരിങ്ങയില നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. ആദ്യമേ നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, 1 ഗ്ലാസ് വെള്ളം. ഒരു 2 വിസിലടുപ്പിച്ച് നമുക്ക് ഈ പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, ഉപ്പ് ഒക്കെ ചേർത്ത് മുരിങ്ങയിലയും ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കണം. 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കും. ഇപ്പം ഇതിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ അടിച്ച് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറക്കുവാണ്. ഇപ്പം ഈ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ മുരിങ്ങയില ഇടുവാണ്. ഞാനൊരു 5 പച്ചമുളക് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് കുറച്ചും കൂടെ വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പരിപ്പിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. മുരിങ്ങയിലയും കൂടെ വേവാനുള്ള വെള്ളം പരിപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും കുക്കർ അടയ്ക്കാം. ഇലയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. മുരിങ്ങയില വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുവാണ്. പരിപ്പായതുകൊണ്ട് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. കറി അല്ലെങ്കിൽ തന്നെ ഒന്ന് കുറുകിയിരിക്കും. 1/2 ടേബിൾ സ്പൂൺ ചെറുജീരകം, ചെറിയ ജീരകമാണ്, നല്ല ജീരകം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്, ഈ തേങ്ങയുടെ താഴെ മതി വെള്ളം, ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മുരിങ്ങയിലെ പരിപ്പും ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ഒഴിച്ച് കൊടുക്കാം. പരിപ്പായതുകൊണ്ട് നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഈ അരപ്പ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുവാണ്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ കറി ചൂടാറി കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായി വരും. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 വറ്റലമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ച എണ്ണയായതുകൊണ്ട് കുറച്ച് കൊടുത്താണ്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറ്റലമുളക്, കറിവേപ്പില. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയാണ്, കൂടി പോകണ്ട. ഒരു പിഞ്ചൊക്കെ തന്നെ മുളക് പൊടി. നമുക്കിത് റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് ഇളക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം ഇത് നന്നായിട്ട് തിക്കായി വരും. ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ടൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണിത്. പരിപ്പ് മുരിങ്ങയില കറി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.